ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, മാറി വരുന്ന ചില സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് വ്യായാമം ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യായാമത്തിലേക്ക് മാറുന്നില്ല എന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങൾ വരാതെ നോക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ആദ്യമായി തന്നെ സ്ത്രീകളുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കണമെങ്കിൽ അത് കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് അതിനുശേഷം കൗമാരപ്രായത്തിലും അതിനുശേഷം മുതിർന്നവരാകുമ്പോഴും ആരോഗ്യകരമായ ജീവിതശൈലി അനുഷ്ഠിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് വ്യായാമത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ഇനിയിപ്പോ നമ്മൾ ബോധപൂർവം എല്ലാ പെൺകുട്ടികളും തങ്ങൾ വ്യായാമത്തിൽ ഏർപ്പെടുകയും തങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് അല്ലെ ഭക്ഷണത്തെക്കുറിച്ച് വളരെ ബോധപൂർവം ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതിലേക്കുള്ള ഒരു ഫാഷൻ, അതൊരു ഫാഷനായിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അത് വീണ്ടും ഉള്ള തുടരുന്ന സമയത്ത് സ്ത്രീകൾ അത് അനുഷ്ഠിക്കേണ്ടതുള്ളൂ. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഒരു മധ്യവയസ്സ് കഴിയുന്ന എല്ലാവർക്കും അല്പം വണ്ണക്കൂടുതൽ ഉണ്ടാവും, അവരുടെ വയറൽപ്പം ചാടിയിട്ടുണ്ടാകും. എന്നാൽ അത് കുറയ്ക്കുന്നതിനോ അതിനുവേണ്ടി വ്യായാമം ചെയ്യുന്നതിനോ ഉള്ള ഒരു അവസരം, ഒരു സൗകര്യം അത് വീടുകളിൽ ഉണ്ടാകണമെന്നില്ല. അത് സമൂഹത്തിൽ തന്നെ പലപ്പോഴും സ്ത്രീകൾക്ക് വ്യായാമത്തിന് ഒന്നിച്ചു പോകാനായിട്ട് പല അവസരം കുറഞ്ഞു വരികയാണ്. ചില പഞ്ചായത്തുകളൊക്കെ അതിനുവേണ്ടി പ്രത്യേക പ്രോജക്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. സ്ത്രീകൾ ഒന്നിച്ച് നടക്കാനും ഒന്നിച്ച് എക്സസൈസ് ചെയ്യാനും അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ജിമ്മൊക്കെ കണ്ടിട്ടുണ്ട് ചില പഞ്ചായത്തുകളിൽ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമാകണം. ഇത് അത്യന്താപേക്ഷിതമാണെന്നും നമ്മുടെ ഫാഷൻ മാറുന്നത് പോലെ സ്ത്രീകൾ അല്ലെ വനിതകൾ അല്ലെങ്കിൽ എല്ലാ പേരും എക്സസൈസ് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാകണമെന്നും വ്യായാമം നമ്മുടെ ഒരു ശൈലിയാകണമെന്നും ഉള്ളത് ഒരു കൾച്ചറായിട്ട് മാറണം. അതിലേക്കാണ് നമ്മൾ വരേണ്ടത്.